ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്നലെ വൈകിട്ട് അമ്പലത്തിൽ പോകുന്നതിൻ്റെ വീഡിയോ ആയിട്ടത്. അപ്പോൾ എനിക്ക് ഇന്നലെ ഇടാൻ പറ്റിയില്ല, അപ്പോൾ ഇന്ന് ഇടുവാണേ. അപ്പോൾ ഞങ്ങൾ പോകുന്നത് പുന്നപ്ര ആഞ്ഞിലിപ്പറമ്പ് മുരുകൻ്റെ അമ്പലത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്ഥിരം പോകുന്ന അമ്പലങ്ങളിലൊന്നാണിത്, മുരുകൻ്റെ അമ്പലം, പിന്നെ ഒന്ന് ദേവിയുടെ കുഴിയിലമ്പലം, പിന്നെ ഒന്ന് കൊച്ചമ്പലം. ആ പോകുന്ന വഴിക്ക് ഒരു വീട്ടിൽ മയിലിരിക്കുന്ന കണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേനും അത് ആ ടെറസിൻ്റെ സൈഡിലിരുന്ന് എന്തോ കൊത്തിത്തിന്നുവാണ്. എത്രയൊക്കെ വിളിച്ചിട്ട് നേരെ നോക്കുന്നില്ല. അതായത് വാലിനധികം പീലി കുറവായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കുറച്ച് ദൂരം നടക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ നടന്ന് മുരുകൻ്റെ അമ്പലത്തിലെത്തി. കൂടെ ഉണ്ടായിരുന്നത് മാമൻ്റെ മോളും പിന്നെ എൻ്റെ 2 മക്കളും പിന്നെ ഞാനും. ഞങ്ങൾ ഇത്രയും പേരും കൂടെയാണ് അമ്പലത്തിൽ പോയത്. അപ്പോൾ തൊഴുതെല്ലാം കഴിഞ്ഞു. പിന്നെ അവിടെ മൊത്തം ഇങ്ങനെ കുറച്ച് നേരം നിന്നു. അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ മക്കളൊക്കെ അവിടെ നിന്നുകൊണ്ട് പിന്നെ ചന്ദനത്തിരയുടെ കവർ ഊതി രണ്ടുപേരും കൂടി കളിക്കുമായിരുന്നേ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എന്തായാലും എപ്പോൾ വന്നാലും നമുക്ക് ദാഹം ഇല്ലെങ്കിൽ പോലും ഇവിടെ എത്തുമ്പോൾ എന്തായാലും ദാഹിക്കും. എനിക്കാണെങ്കിലും എൻ്റെ മക്കൾക്കാണെങ്കിലും. അങ്ങനെ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം ഫോട്ടോയും സെൽഫിയൊക്കെ എടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ തന്നെ ഞാറ മരം ഉണ്ടായിരുന്നു. ഞാറക്ക ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ട്യൂഷന് പഠിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ അനന്തു പെറുക്കിക്കൊണ്ട് തരുമായിരുന്നു മിക്കപ്പോഴും. അപ്പോൾ ഞങ്ങളെല്ലാം കൂടി കഴിക്കുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കുറേ ദൂരം നടന്ന് ഞങ്ങളുടെ കുഴിയിൽ അമ്പലത്തിലെത്തി. അവിടെ പോയിട്ട് കുറേ നാളായിരുന്നു. അപ്പോൾ അവിടെ തൊഴുതിട്ട് ദീപാരാധനയെല്ലാം തൊഴുത് കുറേ നേരം നിന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 7 മണി കഴിഞ്ഞ്. അപ്പം എന്തായാലും അവിടെ കുറേ ദിവസമായി പോയിട്ട്, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടൊക്കെയാണ് പോയത്. താമസിച്ചാലും കുഴപ്പമില്ല, കുറച്ച് നേരം ഇരിക്കണമെന്ന് കരുതി അങ്ങനെ ഇരുന്ന് സന്ധ്യ എന്ന് വെച്ചാൽ ഇരുട്ട് വീണു. അപ്പോൾ വീട്ടിൽ വന്ന് പിന്നെ തയ്ക്കാമെന്ന് പറഞ്ഞിരുന്നപ്പോഴത്തേനും എൻ്റെ മകൾ കത്രിക എടുത്തപ്പോൾ ഞാൻ കയറി പിടിച്ച വഴിക്ക് എൻ്റെ കൈ മുറിഞ്ഞു നല്ലോണം ചോര പോയി. ഇത്രയും ചോര ഇങ്ങനെ എൻ്റെ കൈ മുറിഞ്ഞിട്ടൊന്നും പോയിട്ടില്ല. അങ്ങനെ എന്തായാലും കൈ മുറിഞ്ഞതാണ് കാണുന്നത്. കണ്ട, വലത് കൈ തന്നെയാണ് മുറിഞ്ഞത്. വീട്ടിലെ പണിയെല്ലാം എടുക്കേണ്ടതും ആ കൈ കൊണ്ട് തന്നെയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും തയ്ക്കാനിരുന്നു. കൈവേദനയൊന്നും മൈൻഡാക്കാറില്ല. അങ്ങനെ തയ്ക്കാനിരുന്നു. അത് ഇളയാളുടെ ഡ്രസ്സാണ്. ഇതിൻ്റെ വീഡിയോ ഉടനെ യൂട്യൂബിൽ വരുന്നതാണ്. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേനും വിശന്നപ്പോഴത്തേനും ചട്ടിയിൽ തന്നെ ഇട്ട് കഴിക്കാൻ വിചാരിച്ചു. അങ്ങനെ അതിൽ തന്നെ ഇട്ട് ചോറ് കഴിച്ചു. ചോറും ചെമ്മീൻ കറിയാണ്. കൈമുറിഞ്ഞിരിക്കുന്നെങ്കിലും ചെമ്മീൻ കറി കഴിക്കാൻ പാടില്ല, എങ്കിലും ഞാൻ കഴിച്ചു. അങ്ങനെ ചോറും കഴിച്ച് ബാക്കി തയ്ക്കാനും പറഞ്ഞ് സിറ്റ് ഔട്ടിലേക്ക് ചെന്നപ്പോഴത്തേനും എന്താ പട്ടിയുടെ ഭയങ്കര ഓലി. അത് കാരണം ഞാൻ എന്ത് ചെയ്ത് വേണ്ട എന്ന് വെച്ച് മാറ്റി മുഖമൊക്കെ കഴുകി അങ്ങനെ കിടന്നുറങ്ങാൻ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ടാറ്റ ബൈ ബൈ, സീ യു.